ഫൈനലി ഗൈസ്, ഞാൻ രണ്ടാമത്തെ എപ്പിസോഡുമായിട്ട് വന്നിട്ടുണ്ട്. ഇനിയും ബാക്കിയുള്ള എപ്പിസോഡ് തുടർച്ചയായി കാണുക. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മൊത്തം കാണുക ഗൈസ്. ഷാൻവയോട് ലൂഷ്യൻ പെട്ടെന്ന് കോർട്ടിക്ക് പോകാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഷാൻവയും ലൂഷ്യനും ലോയർ ആയതുകൊണ്ട് തന്നെ അവർക്കൊരു കേസ് വന്നിട്ടുണ്ട്. കേസ് പറഞ്ഞാണെങ്കിൽ ഒരു ഫോറിൻ കൺട്രിയിലെ ഒരു കാർട്ടൂൺ ഇവിടുത്തെ റോമേ പറഞ്ഞ കമ്പനിക്കാർ ഒരു ഗെയിമായി ഇറക്കിയിരിക്കുകയാണ്. അതിനെ പറ്റിയുള്ളൊരു കേസായിട്ടാണ് ഇവർക്ക് അർജൻറ്റായി പോകുന്നത്. അതുകൊണ്ട് ലൂഷ്യനും ഷാങ്വയും അർജൻറ്റായി കോർട്ടിലോട്ട് പോകുകയാണ്. ഈ എവിഡൻസ് എല്ലാം ടെസ്റ്റിന് അയച്ചതായിരുന്നു. ഇതെങ്ങനെ ഫേക്ക് ആവാൻ സാധ്യതയുള്ളത്? അങ്ങനെയൊന്നും സംഭവിക്കാനേ സാധ്യതയില്ല. നിങ്ങൾ പറയുന്നത് കള്ളമാണോ? ഇതിന്റെ എവിഡൻസ് ഒക്കെ റിയൽ ആണെന്ന് വിട്ടായിരുന്നല്ലോ. പക്ഷെ നിങ്ങൾ തന്ന എല്ലാ റിപ്പോർട്ടും ഫേക്ക് ആണല്ലോ. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇത് അറിയിച്ചത് നിങ്ങൾക്ക്. അങ്ങനെ ഷാൻവേനെയാണ് കാണിക്കുന്നത്. ഷാൻവേ ഫോണും നോക്കിയിരിക്കുകയാണ്. ഇപ്പോൾ പെട്ടെന്ന് ആ ബെഡിൽ നിന്ന് ഇറങ്ങി അവൾക്ക് വന്ന ഒരു കൊറിയറും നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ ഷാൻവേ അങ്ങനെ 4 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സംഭവം ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അവൾ ഇങ്ങനെ ഒരു ലീഫ് എടുക്കുകയാണ്. അവിടെ നിന്ന് അവളുടെ ലവറായ ലീച്ചാനുമുണ്ട് അവളവിടെ. ഇപ്പം അവളെ കാണാൻ വേണ്ടിയാണ് ലീച്ചൻ വന്നിട്ടുള്ളത്. ഷാൻവേ ആ ഇലയിലോട്ട് നോക്കിയിരിക്കുകയാണ്. എന്തൊരു വലുപ്പമുള്ളതാ. അല്ല, നീ എന്തിനാ എന്നെ വിളിച്ചിരുന്നേ? ലീച്ചാനോട് ചോദിക്കുകയാണ്. ഞാൻ 3-4 വർഷത്തേക്ക് ഫോറിൻ കൺട്രിക്ക് പഠിക്കാൻ പോകുകയാണ്. അതുകൊണ്ട് നിന്നെ ലാസ്റ്റായി ഒന്ന് കാണാൻ വന്നതാണ്. പോകുന്നതുകൊണ്ട് അവൾക്കൊരു നെറ്റിലൊരു ഉമ്മയും കൊടുത്ത് അവളുടെ കയ്യിലുള്ള ഇലയും വാങ്ങി അവൻ ഫോറിനിലോട്ട് പെട്ടെന്ന് പോകുകയാണ്. ആ കാര്യങ്ങളൊക്കെ ഓർത്ത് നമ്മുടെ ഷാൻവി നിൽക്കുകയാണ്. അങ്ങനെ അന്ന് കൊണ്ടുപോയ ലീഫ് പിന്നെയും അവളെ കയ്യിലെത്തി. എങ്ങനെ വെച്ചാൽ ലീച്ചാൻ തന്നെ അവൾക്ക് ഒരു കൊറിയറായി ആ ഫ്രെയിമും ചെയ്തൊരു ചിലുംകൂട്ടിൽ വെച്ചുകൊണ്ട് അയച്ചിരിക്കുന്നു അവൾക്ക്. അതും നോക്കി നിൽക്കുമ്പോൾ അവളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്. 8 മണിക്ക് കാണേണ്ടതാണെന്ന് പറഞ്ഞിട്ട് ലീച്ചാൻ മെസ്സേജ് അയച്ചിരിക്കുകയാണ് അവളുടെ ഫോണിക്ക്. അപ്പോൾ അതിന് സമയമാകുവാൻ വേണ്ടി അവൾ അതിൽ അലാറം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേ നേരത്തെ തന്നെ നമ്മുടെ ലൂഷ്യൻ വിളിക്കുകയാണ് ഫോണിലോട്ട്. ഹലോ ബോസ്, എന്താണ് വേണ്ടേ? ഇന്ന് നിനക്ക് ഓവർ ടൈമായി ഒരു ജോലിയുണ്ട്. ആ ജോലി ഇന്ന് ചെയ്യേണ്ടതാണ്. എല്ലാ എവിഡൻസും നീ അത് കണ്ടുപിടിക്കേണ്ടതാണ്. അതുകൊണ്ട് വേഗം ചെയ്യേണ്ട പണി നോക്കിയേക്ക്. ഞാൻ 1 മാസം മുമ്പ് തന്നെ ഇവിടെ ലീവ് എടുത്തിരുന്നു. അതുകൊണ്ട് ഇന്നൊക്കെ ലീവാണ്. അതെപ്പോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. നിനക്കിന്നൊരു ജോലിയുണ്ട്. ആ ജോലി ചെയ്തിട്ടേ നിനക്ക് വേറെ ഏത് കാര്യത്തിലും പോകാൻ പറ്റൂ. പറ്റില്ല സാർ, ഞാൻ 1 മാസം മുമ്പ് തന്നെ ഞാൻ ലീവ് എടുത്തായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് ലീവും തരൂലേ എന്നേ? ഞാൻ 1 മാസം മുമ്പ് ചെയ്തായിരുന്നു. എനിക്കൊരു പേഴ്സണലായ ഒരു കാര്യമുണ്ട്. ആ കാര്യത്തിന് പോകാൻ വേണ്ടിയാണ്. എന്നാൽ ഞാനൊരു അസിസ്റ്റൻറ്റ് വെക്കാൻ പോവാം പുതിയതായിട്ട്. നീ നിൻ്റെ കാര്യം നോക്കിക്കോ. നോക്കി ബോസ്, അങ്ങനെയൊന്നും വേണ്ട, ഞാൻ പെട്ടെന്ന് വരാം. പെട്ടെന്ന് നമ്മുടെ ഷാങ്വേ ജോലിക്കുമായി ഇറങ്ങുകയാണ്. ഓവർ ടൈം അല്ലേ. അങ്ങനെ 3:30 ഇപ്പോഴും അവൾ എവിഡൻസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഒരു കഫേയിലിരുന്ന് എവിഡൻസ് എല്ലാം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഷാൻവേ. ലൂഷ്യൻ അങ്ങനെ നമ്മുടെ ഷാൻവയെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൊബൈൽ, അവൾ എവിടെ ഇരിക്കുന്നതെന്ന്. എന്നിട്ട് ആ ഫോണിലേക്ക് നോക്കി ചിരിക്കുന്നുണ്ട്. ഹലോ ബോസേ, ഇനിയെങ്കിലും എനിക്ക് പ്രൈവറ്റായി ഒരു സമയം തരൂ. അതൊന്നും പറ്റില്ല, കളക്ഷനെല്ലാം ചെയ്തില്ലേ. എന്നാലും ഞാനെല്ലാം കറക്റ്റ് ആക്കിയിട്ടുണ്ട്. എന്നാൽ എനിക്കൊരു പ്രൈവറ്റായി എൻ്റെ ഒരു സമയത്തിന് വിടൂ. ഇന്ന് എനിക്കൊരു അർജൻറ്റായ സ്ഥലം വരെ പോകാനുണ്ട്. അതുകൊണ്ടാണ്, എൻ്റെ പ്രൈവറ്റ് കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും റിക്വസ്റ്റ് ചെയ്ത് പറയുന്നത് സാർ. അങ്ങനെയാണെങ്കിൽ നീ പോയിക്കോ എന്ന് ലൂഷ്യൻ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ലൂഷ്യൻ ഒരു പാർട്ടിയുള്ള സ്ഥലത്തേക്ക് എത്തുകയാണ്. അവിടെ അടുത്ത് ഹീൽ ഷൂവും ഇല്ല, നല്ല പാർട്ടി കിടന്ന് ഡ്രസ്സും ഇല്ലാത്തതുകൊണ്ട് അവളെ അവിടെ കയറ്റുന്നില്ല. പെട്ടെന്ന് നമ്മുടെ ഷാങ്വയുടെ ലവർ ലീച്ചാൻ അവിടെ എത്തുകയാണ്. ലീച്ചാൻ അവിടെ വന്നിട്ട് ആ സ്റ്റാഫിനോട് പറയാണ്, ഇതെൻ്റെ ഗസ്റ്റാണ്. ഗേൾഫ്രണ്ടാണെന്നൊന്നും ആ സ്റ്റാഫിനോടൊന്നും പറയുന്നില്ല. ഗസ്റ്റാണെന്നും പറഞ്ഞിട്ടും അവരെ ആ സ്റ്റാഫ് കയറ്റിയില്ല. ലീച്ചാൻ ആരെയോ ഫോൺ വിളിച്ച് ആ സ്റ്റാഫിൻ്റെ അടുത്ത് കൊടുക്കുകയാണ് ഫോൺ. ആ വിളിച്ച വ്യക്തിയെ കയറ്റിവിടാൻ ആ സ്റ്റാഫിനോട് പറയുകയാണ്. ഷാൻവയ്ക്ക് ഹീൽ ഷൂ വാങ്ങി കൊടുക്കുകയാണ് ലീച്ചാൻ. ഷാൻവേ നടക്കുന്നത് കണ്ടിട്ട് ലീച്ചാൻ പറയുകയാണ്, നീ ഇപ്പോഴും ഹീൽ ഷൂ ഇടാറില്ലല്ലേ? ലൂഷാൻ്റെ അസിസ്റ്റൻ്റ് ലെവൽ ഇവളെ ഇവിടെ കൊടുന്നാൽ മാഡത്തിന് ഇഷ്ടപ്പെടില്ല. ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇത് എൻ്റെ ഗേൾഫ്രണ്ടാണ്. അവളുടെ കയ്യിൽ നിന്ന് എവിഡൻസുള്ള ബാഗ് ലീച്ചാൻ വാങ്ങാൻ നോക്കുകയാണ്. പെട്ടെന്ന് ആ പാർട്ടിയിലേക്ക് ലൂഷാൻ കയറി വീഴുകയാണ്. എവിഡൻസുള്ള ബാഗ് അവൻ വാങ്ങാൻ ശ്രമിച്ചുകൊണ്ട് പെട്ടെന്ന് അവനെ മാറ്റി നിർത്താൻ. ഇതൊക്കെ എവിഡൻസാണ്. ഇതൊക്കെ നീ വാങ്ങിയാൽ അപ്പം ഞങ്ങളാരും എന്ത് പറയും? നിൻ്റെ ടൈ അഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ എൻ്റെ അസിസ്റ്റൻറ്റിനോട് പറഞ്ഞ് ശരിയാക്കിക്കോളാം. നീ നോക്കണ്ട ആ കാര്യം. ഷാൻവേ നന്നാക്കിയിരിക്കുമ്പോൾ ലീച്ചാൻ പിടിച്ച് അവൻ്റെ ടൈ നന്നാക്കി കൊടുക്കുകയാണ്. ഇവനെന്തിനാടാ എൻ്റെ ടൈ പിടിച്ച് ഇവൻ നന്നാക്കിയിരുന്നത് നോക്കാണ്.
ഷാൻവേൻ്റെയും ലൂഷാൻ്റെയും സീനിയറായിരുന്നു നമ്മുടെ ലീച്ചാൻ. അതുകൊണ്ട് ഇവരെ രണ്ട് പേരെ ബന്ധം എന്താണെന്ന് ലീച്ചാനിന് അറിയാം. എൻ്റെ ടൈം നന്നാക്കിയതിന് നന്ദി. AS ഗ്രൂപ്പിൻ്റെ സ്ഥാപകൻ്റെ മകളും ഇന്നത്തെ പ്രസിഡൻറ്റിൻ്റെ മകളുമാണ് മിസസ് ലാൻഹി. സ്റ്റേജിലോട്ട് കയറി വരികയാണ് മിസസ് ലാൻഹി. മിസസ് ലാൻഹിയുടെ കൂടെയായിരുന്നു ലീച്ചാൻ ഈ ചൈനയിലേക്ക് വന്നത്. നമ്മുടെ എതിർപക്ഷക്കാരാണ്. ഷാങ്വേ അങ്ങനെ നമ്മുടെ ലീച്ചാനെ നോക്കുകയാണ്. ഈ റൂമേക്ക് വേണ്ടി ഞാൻ ഇവിടെ ഒരു ലോയറിനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ, അപ്പോൾ ആ പ്രശ്നങ്ങളെ മാറ്റാൻ വേണ്ടി ഒരു ലീച്ചാൻ പറഞ്ഞ ലോയറിനെ കൊടുത്തിട്ടുണ്ട്. അതാ അവിടെ ഒരു ലോയർ. എനിക്ക് വേണ്ടി ഈ ലോയറാണ് നമ്മൾക്ക് സപ്പോർട്ടിനായി നിൽക്കുന്നത്, ലീച്ചാൻ. അങ്ങനെ ഷാനു വിചാരിക്കുകയാണ്, അപ്പോൾ എന്നെ ചതിച്ചു കൊണ്ടാണല്ലേ ഇവൻ എൻ്റെ അടുത്തുനിന്ന് എല്ലാ ഡീറ്റെയിൽസും വാങ്ങുന്നത്. ഇതെല്ലാം കേട്ട് നമ്മുടെ ഷാൻവേക്ക് അവിടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. ലൂഷാൻ അവളെ സമാധാനപ്പെടുത്തണം, ഞാൻ അവിടെ പോയിട്ട് ഇപ്പോൾ വരാം. ലൂഷാൻ അങ്ങനെ ആ സ്റ്റേജിൽ കയറി നിൽക്കുക. 5 വർഷത്തിൽ തുടരെയായി കോപ്പിറൈറ്റുകൾ ഈ റൂമേക്കെതിരായി കിട്ടുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിത് ലോയർ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഏറ്റെടുത്ത കേസാണ്. ഇതിനെതിരെയാണ് ഇവർ കേസുമായിട്ട് വന്നിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ സത്യം ഞങ്ങൾക്കേ അറിയുള്ളൂ. ഞങ്ങളിവിടെ തെളിവുകൾ അന്വേഷിച്ച് പറക്കിയെടുക്കുകയാണ്. പക്ഷേ ഞാനെടുത്ത എല്ലാ കേസുകളും ജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഈ കേസ് തെളിയിച്ചിരിക്കും, ജയിച്ച് നിങ്ങളെ മുൻപിൽ കാണിച്ചു തരും. ഈ ഫോറിൻ കൺട്രിക്കാരിതെല്ലാം നിങ്ങളതിനെ കോപ്പി അടിച്ച് ഗെയിം ഇറക്കുന്നത്. നിങ്ങൾക്കായിട്ട് സ്വന്തമായിട്ടൊരു ഗെയിം ഉണ്ടാക്കിക്കൂടെ? മിസസ് ലാൻഹി, ഒന്ന് കേൾക്കൂ. ഞാൻ ഈ കേസ് എടുത്തിട്ടുണ്ട്. ഈ കേസിൽ ഞാൻ വിജയിച്ചിട്ടേ വരൂ. ഈ കേസ് ഞാൻ തെളിയിച്ചിരിക്കും. അത് നിങ്ങൾ തോറ്റിരിക്കുന്നത് എനിക്ക് കാണാൻ കഴിയും. ഒന്ന് സത്യങ്ങളെല്ലാം ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞിരിക്കണം. ഇതും പറഞ്ഞുകൊണ്ട് നമ്മുടെ ലൂഷാൻ ഇറങ്ങി വരികയാണ് ആ സ്റ്റേജിൽ നിന്ന്. ലൂഷാൻ അവളെയും പിടിച്ച് പുറത്തോട്ട് പോകുകയാണ്. അവർ അങ്ങനെ പുറത്തേക്ക് എത്തിയിരിക്കുന്നു. ലൂഷാൻ, ഇവളൊന്ന് വിടൂ. ഞാൻ ഇവളുടെ ബോസാണ്, അതുകൊണ്ട് ഞാൻ ഇവളെ കൊണ്ടുപോകും. നിനക്കെന്തെങ്കിലും ഉണ്ടോ? ലൂഷാൻ, നീ ഒന്ന് വിട്ടേ. ലൂഷാങ്ങിൻ്റെ പിറകെ ലീച്ചാൻ പോകുകയാണ്. ഷാങ്വേ, ഞാൻ എൻ്റെ പ്രൊമോഷൻ കാണിക്കാൻ വേണ്ടിയാണ് നിന്നെ കൊടുക്കുന്നത്. പക്ഷേ ലൂഷാൻ ഇവിടെ എത്തുമെന്ന് ഞാൻ കരുതിയിട്ട് പോലില്ല. നീ പറഞ്ഞില്ലല്ലോ. എന്നാലും എന്നിട്ട് ചാറ്റ് ചെയ്തിട്ടും നീ പറഞ്ഞില്ല. ഈ 4 വർഷത്തിനിടയിൽ നമ്മൾ ചാറ്റ് ചെയ്തിരുന്നു. അതിനിടയിൽ നീ പറഞ്ഞില്ലല്ലോ നീ ഈ കമ്പനിയിൽ റൂമേനെ ഇതാക്കിയാണ്ടാണെന്ന്, സപ്പോർട്ട് ചെയ്തുകൊണ്ടാണെന്ന്. അന്നേ നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമിച്ചിരുന്നു. എൻ്റെ ജോലിയും എൻ്റെ ജീവിതവുമാണ് നീ വെച്ച് കളിക്കുന്നത്. ഞാൻ നിൻ്റെ സ്ഥാനത്തിലാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നില്ല. പക്ഷേ നീ എന്താ ചെയ്തത്? എൻ്റെ ജോലിയും ജീവിതം വെച്ച് കളിക്കുക. നീ ആ 4 വർഷത്തിനിടയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നോ ക്ഷമിച്ചിരുന്നു. പക്ഷേ ഇനി എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല. പക്ഷേ നമ്മളുടെ 2 പേരുടെയും നല്ലതിനാണ് ഞാൻ ചെയ്തത്. നിനക്ക് വേണ്ടിയാണ് ഞാൻ വിദേശത്തിൽ നിന്ന് വന്നത്. ഇതെല്ലാം ചെയ്തത് ഞാൻ നിൻ്റെയും എൻ്റെയും നല്ലതിന് വേണ്ടി മാത്രമാണ്. നീ ചിന്തിക്കുന്നതെല്ലാം തെറ്റാണ്. നിനക്ക് വേണ്ടിയാണ് ഞാൻ ആ വിദേശത്തിൽ നിന്ന് തന്നെ വന്നത്. നീ അത് പറഞ്ഞ് നമ്മുടെ 2 പേരുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്നോ? നീ പറഞ്ഞതെല്ലാം തെറ്റാണ്. നീ പറഞ്ഞതെല്ലാം തെറ്റാണ്. എന്തുകൊണ്ട്? നീ എന്നെ വിചാരിച്ച് ഇങ്ങനെ ചെയ്യണമെങ്കിൽ നീ അങ്ങനെ ചെയ്യുമായിരുന്നില്ല. പക്ഷേ നീ നിൻ്റെ കാര്യം മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. എൻ്റെ ജോലിയും എൻ്റെ ജീവിതവും നീ ചിന്തിച്ചില്ല. എന്നിട്ടാണോ എൻ്റെ ജീവിതത്തിന് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് നീ ഇങ്ങനെ എടുത്തത്? ഇതൊക്കെ ആയിരിക്കുമല്ലോ ലൂഷാൻ പറഞ്ഞു തരുന്നത്. ഞാൻ തെറ്റുകാരനാണെന്ന് പറഞ്ഞ് തിരുത്തിയതാണ് നിന്നെ. ഞാൻ നിൻ്റെ കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ കയറി വന്നത്. ഇത്രയും പഠിച്ച് നിൻ്റെ ഒപ്പം ജീവിക്കാൻ വേണ്ടി ഞാൻ അവിടുന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ ഇജ്ജ് പോകണമായിരുന്നോ? എൻ്റെ കാര്യം നോക്കിയിരിക്കുകയാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ നീ ഇവിടെ നിന്നാൽ മതിയായിരുന്നു, പോവണ്ടായിരുന്നു. എൻ്റെ കാര്യം നോക്കിയിരിക്കുകയാണെങ്കിൽ ചൈനയിൽ നിന്നെന്നെ പഠിച്ചുടനെ എൻ്റെ കൂടെ. എന്നെ കാണാൻ വേണ്ടി ഇപ്പോൾ ഫോറിനിൽ നിന്ന് വരണമായിരുന്നു എനിക്ക്. എന്നെ ഒന്ന് വിശ്വസിക്ക് ഷാങ്വേ. ഞാൻ നിനക്ക് വേണ്ടിയാണ് എല്ലാം ചെയ്തത്. നീ ഇങ്ങോട്ട് ഇങ്ങനെയാണോ പറയുന്നത്? ഞാൻ നിനക്ക് വേണ്ടി പഠിക്കാൻ പോയത്, അതിനാണോ നീ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? ഞാനെല്ലാം നിനക്ക് വേണ്ടിയാണ്. എന്നിട്ട് ഞാൻ ഇപ്പോഴും നിൻ്റെ സ്നേഹത്തിന് വേണ്ടി ഞാൻ വന്നു. എന്നിട്ട് നീ എന്നെ എന്താ ചെയ്യുന്നത് പറയുന്നത്? എന്നെ ചെയ്യുന്നതെല്ലാം അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചു, നിനക്കെന്താ ഇവിടെ നിന്നാൽ? ഈ ചൈനയിൽ നിന്നാണ്ട് നിനക്ക് പഠിച്ചുവിടാനാ? അത്ര പൂതി വെച്ചിരിക്കണമെങ്കിൽ എന്നെ എപ്പോഴും കാണാമായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഷാൻവേ നിൽക്കുകയാണ്. നിങ്ങൾക്ക് 2 പേർക്കും തന്ന 2 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇവളോട് വർത്തമാനം പറയണമെങ്കിൽ ഞാനായ ബോസ്. അപ്പോൾ ബോസ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അപ്പോയിൻമെൻ്റ് എടുക്കണം. നിനക്ക് പോ
ലാൻഹി മാത്രം മതിയല്ലോ, അപ്പോൾ ഞങ്ങളൊന്നും വേണ്ടല്ലോ. അതുകൊണ്ട് ഞാനും ലൂഷാങ്ങുമാണ് ഇനി. ലീച്ചാൻ, ഞാൻ നിൻ്റെ ആരുമല്ല ഇനി. ഷാങ്വേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഞാനും നീയും എപ്പോഴും വർക്ക് ബന്ധപ്പെട്ടത് ഞാൻ പറഞ്ഞു. ഓ, ഞാൻ വിചാരിച്ചു വേറെ. ലൂഷാൻ അങ്ങനെ ആഗ്രഹിച്ചു പോയി ഒരു നിമിഷത്തേക്ക്. ലീച്ചാൻ, ഞാനും നീയും ഒരു ബന്ധവുമില്ല ഇനി. നിൻ്റെ ഒരു ഒടുക്കത്തിൽ ഈൽഷുവ്. പോടാ അവിടുന്ന്, എന്നെ വിട്ട് പോടാ നീ. ഇനി നീ എൻ്റെ കൺമുമ്പിൽ വരരുത് പറഞ്ഞിട്ട് ഷാങ്വേ അത് വലിച്ചെറിയണം. ഷാങ്വേ സ്ലിപ്പായെന്ന് വീണു. പക്ഷേ അവൾ കൈ നീട്ടിയെങ്കിലും ലൂഷാങ് പിടിച്ചില്ല. അവൾ വെള്ളത്തേക്ക് വീണു. അവൻ എവിഡൻസ് മാത്രം പിടിച്ചിട്ടുള്ളൂ. നമ്മുടെ ഷാങ്വേ കരയുകയാണ്. ഏട്ടാ ദുഷ്ട, നീ എന്നാലും എന്നെ പിടിച്ചില്ലല്ലോ. ആ എവിഡൻസ് മാത്രമല്ലേ പിടിച്ച്. അവൻ്റെ മുമ്പിലെങ്കിലും എന്നെ പിടിച്ചൂടായിരുന്നോ? എന്നിട്ട് ഞാൻ വീണില്ലേ, ഞാൻ മാസമായി പോകാമെന്ന് വിചാരിച്ചിട്ട് എന്ന് പറഞ്ഞ് കരയാണ് ഷാൻവേ. ലൂഷാങ്ങിൻ്റെ കോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മുഖത്ത് വെച്ച് കരയുകയാണ്. അതെ ഷാൻവേ, അത് ഞാൻ കരയാൻ വേണ്ടി തോത്താൻ തന്നതല്ല. ആ ബാഗ്, എവിഡൻസ് ബാഗ് ഒന്ന് തോത്താൻ വേണ്ടി. അതിൽ വെള്ളമായിട്ടുണ്ട്. എന്നാലും എന്നെ സേവ് ചെയ്തില്ലല്ലോ. നീ ആ വെള്ളത്തിൽ വീഴുമ്പോൾ തന്നെ എന്നെ സേവ് ചെയ്താൽ എന്തായിരുന്നു? അവൻ്റെ മുമ്പിൽ എങ്ങനെ എന്നെ സേവ് ചെയ്തുകൂടാനാ? എപ്പോഴും നിനക്ക് ജോലിക്കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. എൻ്റെ എക്സ് ബോയ് ഫ്രണ്ടിൻ്റെ മുമ്പിൽ എന്നെ നാണക്കെടുത്തി. എന്നാലും എന്നെ പിടിച്ചൂടായിരുന്നോ? നിന്നെ പിടിക്കാൻ ഞാൻ ബോയ് ഫ്രണ്ടൊന്നും അല്ലല്ലോ, ഞാൻ ബോസല്ലേ നിൻ്റെ. അവൾ ലീച്ചാൻ്റെ ഫോൺ നമ്പർ ഡിലീറ്റ് ആക്കുകയാണ്. അങ്ങനെ അവളെ ലൂഷാൻ അവളുടെ സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. അവൻ്റെ ഒരു ജോഡി ഷൂ അവൾക്ക് കൊടുക്കുകയാണ്. ഞാൻ ഇനി എൻ്റെ ഷൂ കൂടി കേക്ക് തരേണ്ടി വരിക്കും അല്ലേ, ഞാൻ അസിസ്റ്റൻ്റ് ആയതുകൊണ്ട്. അതിനല്ലേടേ, ഇത് നിനക്കടേ. നീ നിൻ്റെ ഷൂ കേൾക്കാൻ വേണ്ടി എനിക്ക് തരായിരിക്കുന്നു. എന്നാൽ അത് തന്നൂടെ? സോറി ഗൈസ്, വീട്ടിലേക്കല്ല ഓഫീസിലേക്കാണ് ലൂഷാങ് എത്തിച്ചു കൊടുത്തിരിക്കുന്നത്. ലൂഷാൻ്റെ ഓഫീസിൽ ഷാൻവേ ആ എവിഡൻസ് എല്ലാം കൊണ്ടുപോയി വെച്ച് പോകുകയാണ്. ഷാൻവേ പോകുമ്പോൾ ഓഫീസിൽ ഒരാളുണ്ടായിരുന്നു. അയാൾ ചിരിച്ചുകൊണ്ട് അവളിരിക്കുന്ന സ്ഥലത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസമായപ്പോൾ തന്നെ എവിഡൻസ് കാണാതെ പോയിട്ടുണ്ട് ഗൈസ്. വേറെയല്ലേ, ലീച്ചാന് അവളുടെ ബോയ് ഫ്രണ്ടായിരുന്നു. അപ്പോൾ അവനക്ക് കൊടുത്തു കാണും. അല്ല സാർ, അവൾ അങ്ങനെയൊന്നും ചെയ്യാൻ സാധ്യതയില്ല. ഇന്നലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവൾ. അല്ല, അവൾ തന്നെ ആയിരിക്കും തെറ്റ് ചെയ്തതിന് കാര്യം. നീ എന്ത് പറഞ്ഞിട്ടാണ് കാര്യം? അവൾ തന്നെ കട്ട് കൊണ്ടുപോയിട്ടുണ്ടാവും. ആ കട്ടല്ല, ഇവർക്കൊക്കെ കിട്ടിയാൽ എവിഡൻസ് അവർ മാറ്റിമറിച്ച് ആ കേസ് തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട്. അവൾ തന്നെ ചെയ്തതായിരിക്കും. അവളെടുത്തല്ലേ എവിഡൻസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ നിങ്ങൾ അവളെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങളാണ് ആ സ്ഥാനത്ത് വെച്ചോ. അപ്പം നിങ്ങളെ ഞാൻ ബോസായിട്ട് വരുമ്പോൾ ഞാൻ നിങ്ങളെ പറഞ്ഞ എന്ത് ചെയ്യും? ഞാൻ വെച്ചിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ പറഞ്ഞിരിക്കും. ഓ, അത് തന്നെയല്ലേ അവൾക്കും പറയാനുണ്ടാവുള്ളൂ. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. നീ എന്ത് തേങ്ങ പറയണേ? അവൾ എന്തെങ്കിലും ആ കേസിൻ്റെ എവിഡൻസ് കൊണ്ടുപോയി കളഞ്ഞു വെച്ചിട്ട് എന്നെ പറയുന്ന? ഞാനൊന്നും അങ്ങനെ ചെയ്യാൻ സാധ്യല്ല. ഞാൻ ആ കേസ് വിജയിപ്പിച്ച് തെളിച്ചിരിക്കുന്നതാണ്. പക്ഷേ നീ ലോയറായിട്ട് നിനക്കിത് കണ്ടുപിടിക്കാൻ കഴിയില്ലല്ലേ? ആരാ എവിഡൻസ് കൊണ്ടുപോയത്? അവൾ തന്നെ. അത് നിനക്കും അറിയാലോ. അവൾ തന്നെയാണ് ആ കമ്പനിക്കാർക്ക് കിട്ടിയിട്ടുണ്ടാവും ഇപ്പോൾ ആ എവിഡൻസ് മൊത്തം. ഇനി അവരെന്ത് ചെയ്യും? നമ്മളെ കൊയ്പ്പിച്ച് തോൽപ്പിക്കും. അവളെങ്ങനെ ആവാനാ? ഞാനായിരിക്കും ചിലപ്പോൾ. ഞാൻ എന്നെ കൊണ്ടുപോയി. എനിക്ക് തോന്നുന്നില്ല ഷാൻവി അങ്ങനെയൊന്നും ചെയ്യുന്നു. ഷാൻവി ഇതെല്ലാം കേൾക്കുന്നുണ്ട്. ഇവർ പറയുന്നതും എല്ലാം കൃത്യമായിട്ട് അവിടെ നിന്ന് കേൾക്കുകയാണ്. ചായയുമായി കൊണ്ടുവരികയായിരുന്നു. അപ്പോഴായിരുന്നു അങ്ങനെ ഓഫീസിൻ്റെ അകത്തേക്ക് കയറുകയാണ് നമ്മുടെ ഷാൻവി. ഓക്കെ ഇട്ട് കാണുമെന്ന് വിചാരിച്ച് നമ്മുടെ ആ ബോസ് ഇരിക്കുകയാണ്. ഞാൻ തന്നെയാണ് ആ എവിഡൻസ് മൊത്തം കണ്ടുപിടിച്ചതും പിന്നെ എല്ലാവർക്കും കൊടുത്തതും. മനസ്സിലായോ? ഞാൻ തന്നെ അത് കൊടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ അത്രയും കഷ്ടപ്പെട്ടത് മറ്റുള്ളവർക്ക് കൊടുക്കാറില്ല. പക്ഷേ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ തന്നെ ഈ ജോലി ക്വിറ്റ് ചെയ്ത് ഞാൻ പോകുകയാണ്. ലൂഷൻ ഷാൻവിൻ്റെ കൈ പിടിച്ചുകൊണ്ട്, നീ പോകാൻ പറ്റില്ല, ഞാനാണ് നിൻ്റെ ബോസ്. ഞാൻ എപ്പോഴാണ് നിന്നെ പോകാൻ സമ്മതിക്കുന്നത് അപ്പോൾ പോകാമെന്നാണ്. ലൂഷൻ ബോസ്, നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി അസിസ്റ്റൻറ്റിനെ കിട്ടും. അതുകൊണ്ട് ഞാനിവിടെ നിന്ന് ക്വിറ്റ് ചെയ്ത് പോവുകയാണ്. നിങ്ങൾക്ക് നല്ല അസിസ്റ്റൻറ്റിനെ കിട്ടും. അവളുടെ ഐഡി ടാഗ് അവിടെ വെച്ചുകൊണ്ട് ആ ടേബിളിൻ്റെ പുറത്ത് വെച്ചുകൊണ്ട് പോകുകയാണ് നമ്മുടെ ഷാൻവിന് പോയ ശേഷം എല്ലാം പോയി. അയ്യോ, അസിസ്റ്റൻ്റായ അവളും പോയി. ഇനി ഞാൻ എന്ത് ചെയ്യും? അവളാണ് എല്ലാ എവിഡൻസും കണ്ടുപിടിച്ചു. ഓൾ തന്നെ പറഞ്ഞല്ലേ എവിഡൻസൊക്കെ ഓളെ കണ്ടുപിടിച്ച്. പിന്നെ എങ്ങനെ വേറെ ഒരുത്തർക്ക് ഓൾക്ക് കൊടുക്കുമോ? ഞാൻ അവൾ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞില്ലല്ലോ, അതുകൊണ്ടല്ലേ ഇങ്ങനെ പറഞ്ഞു. നിങ്ങൾ ആദ്യത്തെ സൗണ്ടിലായിരുന്നു. ലൂഷാൻ്റെ ബോസ് അവൻ പിണങ്ങണ്ട വിചാരിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുകയാണ്. ഇയാളിപ്പോൾ എങ്ങോട്ട് പോണ്? അയ്യോ,
നിങ്ങളുടെ ഓഫീസാണിത്, അതുകൊണ്ട് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല, ഞാൻ പോയിക്കോളാം. അങ്ങനെ ഒരു പാലത്തിൻ്റെ അവിടെ നിന്നിട്ട് ഒറ്റയ്ക്ക് വർത്തമാനം പറയാം. അച്ഛൻ പറഞ്ഞിരുന്നല്ലോ ഈ മുദ്രം കാരണം നിനക്ക് ഭാഗ്യം വരുന്നു. എന്നിട്ട് എനിക്ക് ഭാഗ്യം വരുന്നില്ല. ഞാൻ ഈ ജോലിയിൽ നിന്ന് കിട്ടിയതു, എൻ്റെ ബോയ് ഫ്രണ്ട് പോയി, എല്ലാം പോയി, ഞാൻ ഒറ്റക്കായി. ഈ ജോലിയുമില്ലാതെ ഞാനങ്ങനെ ഇവിടെ ജീവിക്കും. ഈ ചൈനയിൽ വിട്ടു പോകാനും എനിക്ക് ക്യാഷുമില്ല അധികം എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ അച്ഛൻ പുറകേന്ന് വരികയാണ്. അപ്പോൾ അച്ഛൻ വന്നിട്ട്, നിനക്ക് ജോലി പോയാൽ എന്താ, നല്ലൊരു ജോലി വരില്ലേ? നിനക്ക് ബോയ് ഫ്രണ്ട് പോയാൽ നല്ലൊരു ബോയ് ഫ്രണ്ടിന് കിട്ടും. അതൊന്നും വിചാരിച്ച് നിനക്ക് വരുന്നതും പോകുന്നതും നീ ഓർത്ത് വിഷമിക്കരുത്, ഓക്കെ? അവളുടെ അച്ഛൻ അവളെ കെട്ടിപ്പിടിച്ച് സമാധാനപ്പെടുത്തുകയാണ്. അച്ഛൻ എനിക്ക് നല്ലതായിട്ടൊന്നും നടക്കുന്നില്ല ഇവിടെ പറഞ്ഞിട്ട്, എൻ്റെ ജോലി പോയി, എൻ്റെ ബോയ് ഫ്രണ്ട് പോയി, എല്ലാം പോയി, ഞാൻ മാത്രം ഒറ്റക്ക് പറഞ്ഞിട്ട്. അച്ഛൻ തന്നെ മോതിരം ഇപ്പോൾ എൻ്റെ കയ്യിലിട്ടിരിക്കുന്നു, ഭാഗ്യം കൊണ്ടുവരും പറഞ്ഞിട്ട് എനിക്ക് ദുർഭാഗ്യമാണല്ലോ വരുന്നത് അച്ഛാ. ഓ, നിനക്ക് ആ മോതിരത്തിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ ആ മോതിരം കളഞ്ഞേക്ക്. എൻ്റെ ഓർമ്മക്കല്ലേ നീ വെച്ചിട്ടുള്ളത്, എന്നാൽ കളയണ്ട. നിനക്ക് ഭാഗ്യം വരുന്നോളം വരെ ആ മോതിരം നിന്നെ ഭാഗ്യത്തേക്ക് കൊണ്ടുപോകുമെന്നാണ്. എനിക്കെല്ലാം ആ ഭാഗ്യമായ ഒരു മോതിരമാണ്. എനിക്കും ഒരു ചാൻസ് ആ മോതിരം തരും. അവൾ ഇതൊക്കെ ചിന്തിച്ചു കൂട്ടിയിരിക്കുകയാണ്. അവളുടെ അച്ഛൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചിരുന്നു. ഇതെല്ലാം അവൾ അച്ഛൻ ഇവിടെ നിൽക്കുന്നുണ്ടെന്ന് പോലെ കാണിക്കുകയാണ്. പെട്ടെന്ന് അവളുടെ അച്ഛൻ പോയപ്പോൾ അവൾക്ക് വിഷമം. ഷാൻവിയെ പൊട്ടിക്കരഞ്ഞു. അതോടുകൂടി 2ാമത്തെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുന്നു. ഇനി 3ാമത്തെ എപ്പിസോഡുമായി വരുന്നതായിരിക്കും. കാണാൻ ശ്രമിക്കുക കേട്ടോ.